ഹൃദയം. മനുഷ്യശരീരത്തിലെ ആന്തരികാവയവമാണ് ഹൃദയം. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ശുദ്ധീകരിച്ച രക്തം പമ്പുചെയ്യുകയാണ് ഹൃദയത്തിന്റെ പ്രധാന ധർമ്മം. ഒയരസാശയത്തിൽ മാറലിനു പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചരിഞ്ഞാണ് ഹൃദയം സ്ഥിതിചെയ്യുന്നത്. മനുഷ്യഹൃദയം ഒരു പമ്പുപോലെ നിരന്തരം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് രക്തം രക്തക്കുഴലുകളിലൂടെ നാനാഭാഗത്തേക്കും തുടർച്ചയായി ഒഴുകുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനം. മനുഷ്യഹൃദയത്തിന് 4 അറകളാണുള്ളത്. മുകളിലത്തെ അറകൾ ഏദ്രിയങ്ങളെന്നും താഴത്തെ അറകൾ വെൻട്രിക്കിലുകളെന്നും അറിയപ്പെടുന്നു. ശരീരഭാഗങ്ങളിൽ നിന്ന് അശുദ്ധരക്തം സിര വഴി വലത് ഏദ്രിയത്തിലെത്തുന്നു. ആ രക്തം വലത് വെൻട്രിക്കിലിലൂടെ കടന്ന് ശ്വാസകോശധമനി വഴി ശ്വാസകോശത്തിലേക്കൊഴുകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ശ്വാസകോശസിര വഴി ഇടത് ഏദ്രിയത്തിലെത്തുന്നു. ആ ശുദ്ധരക്തം ഇടതു വെൻട്രിക്കിലിലൂടെ മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കെത്തുന്നു. രക്തം മഹാധമനിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഭാഗം കൊറോണറി ധമനികളിലേക്ക് നീങ്ങും. പ്രധാന കൊറോണറി ധമനി രണ്ടായി തിരിയുന്നു. കൊറോണറി ധമനികളാണ് ഹൃദയപേശികൾക്ക് ആവശ്യത്തിനുള്ള രക്തവും ഓക്സിജനും നൽകുന്നത്. കാർഡിയോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയ അറ ഇടതു വെൻട്രിക്കിലാണ്. കാരണം ഹൃദയസംബന്ധിയായ രോഗങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത് ഇടതു വെൻട്രിക്കിലിനെയാണ്. ദ്വിപര്യനം. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നുപോകുന്നു. അതിനാൽ മനുഷ്യരിൽ ദ്വിപര്യനമാണ് നടക്കുന്നത് എന്നു പറയാം. ദ്വിപര്യനത്തിൽ സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും ഉൾപ്പെട്ടിരിക്കുന്നു. സിസ്റ്റമിക് പര്യനം ഇടത് വെൻട്രിക്കിലിൽ തുടങ്ങി വലത് ഏദ്രിയത്തിൽ അവസാനിക്കുന്നു. വലത് വെൻട്രിക്കിലിൽ തുടങ്ങി ഇടത് ഏദ്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. അശുദ്ധരക്തം ഹൃദയത്തിലേക്കെത്തിക്കുന്ന കുഴലുകളാണ് സിരകൾ. ഹൃദയവാൽവുകൾ. 4 വാൽവുകളാണ് മനുഷ്യഹൃദയത്തിലുള്ളത്. രക്തത്തിന്റെ ഒരു ദിശയിലേക്ക് മാത്രമുള്ള സഞ്ചാരം നടക്കുന്നത് ഏകമുഖങ്ങളായ വാൽവുകളെ ആശ്രയിച്ചാണ്. വലത്തെ ഏദ്രിയവും വെൻട്രിക്കിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കവാടത്തിലെ വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഇതിനു 3 ഇതളുകളുണ്ട്. ഇടത്തെ ഏദ്രിയവും വെൻട്രിക്കിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കവാടത്തിലെ വാൽവാണ് ബൈകസ്പിഡ് വാൽവ്, മൈത്രൽ വാൽവ് എന്നു വിളിക്കുന്നു. ഇതിന് 2 ഇതളുകളാണുള്ളത്. വലത്തെ വെൻട്രിക്കിൽ ശ്വാസകോശധമനിയിലേക്ക് തുറക്കുന്ന കവാടത്തിലെ വാൽവിനെ പൾമണറി വാൽവ് എന്നു വിളിക്കുന്നു. ഇടത്തെ വെൻട്രിക്കിൽ മഹാധമനിയിലേക്ക് തുറക്കുന്ന കവാടത്തിലെ വാൽവാണ് അയോർട്ടിക് വാൽവ്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഈ 2 വാൽവുകൾക്കും 3 ഇതളുകളാണുള്ളത്. ആയതിനാൽ ഇവ സെമിലൂണാർ വാൽവുകൾ എന്നറിയപ്പെടുന്നു. രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കുള്ള രക്തം ഒഴുക്ക് തടയാൻ ഇവ സഹായിക്കുന്നു. ഹൃദയസ്പന്ദനം. കോശത്തിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നും രക്തം ഏദ്രിയത്തിൽ എത്തിച്ചേരുന്നു. ഏദ്രിയങ്ങളിൽ രക്തം നിറയുന്നു. ഏദ്രിയങ്ങൾ പൂർണ്ണമായും വികസിക്കുന്നു. ഏദ്രിയങ്ങളിൽ നിന്ന് രക്തം വെൻട്രിക്കിലുകളിലേക്കൊഴുകുന്നു. വെൻട്രിക്കിലുകൾ ഏറെക്കുറെ നിറയുന്നു. 2 ഏദ്രിയ സങ്കോചിക്കുന്നു. ഏദ്രിയങ്ങളിൽ അവശേഷിക്കുന്ന രക്തം കൂടി വെൻട്രിക്കിലുകളിലേക്കൊഴുകുന്നു. വെൻട്രിക്കിലുകൾ പൂർണ്ണമായി വികസിക്കുന്നു. 3 വെൻട്രിക്കിലുകൾ പൂർണ്ണമായി സങ്കോചിക്കുന്നു. കസ്പിഡ് വാൽവുകൾ ത്രൈകസ്പിഡ്, മൈട്രൽ അടയുന്നു. രക്തം മഹാധമനി, ശ്വാസകോശധമനി എന്നിവയിലൂടെ പുറത്തേക്കൊഴുകുന്നു. 4 ഏദ്രിയങ്ങളും വെൻട്രിക്കിലുകളും ഒരുമിച്ച് വികസിക്കുന്നു. ഒരു ഹൃദയസ്പന്ദനം പൂർത്തിയാക്കുന്നു. 1-ാം ഘട്ടം ആവർത്തിക്കുന്നു. മനുഷ്യഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഭ്രൂണത്തിന് 4 ആഴ്ച പ്രായമാകുമ്പോഴാണ്. ഹൃദയ അറകളുടെ സങ്കോചത്തെ സിസ്റ്റോൾ, വിശ്രാന്താവസ്ഥയെ ഡയസ്റ്റോൾ എന്നും പറയുന്നു. ഒരു സിസ്റ്റോളും ഡയസ്റ്റോൾ ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലിലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പു ചെയ്യപ്പെടുന്നുണ്ട്. ഈ അധികരക്തം ധമനികളിലേൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഇത് 120. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ അത്രതന്നെ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഇത് 80 ആണ്. ഈ 2 മർദ്ദങ്ങളും ചേർത്താണ് ഒരാളുടെ രക്തസമ്മർദ്ദം പ്രസ്താവിക്കുന്നത്. സാധാരണ അവസ്ഥയിലെ മർദ്ദം 120 ഹരിക്കുക 80 മില്ലിമീറ്റർ മെർക്കുറി എന്ന് അടയാളപ്പെടുത്തുന്നു. സ്റ്റിമ്മോമാനോമീറ്റർ ഉപകരണം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ഹൃദയം 1 മിനിറ്റിൽ ശരാശരി 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു.
ഒരു പ്രാവശ്യം ഹൃദയം മിടിക്കുന്നതിനാവശ്യമായ സമയം 0.8 സെക്കൻഡാണ്. 2 സ്പന്ദനങ്ങൾക്കിടയിൽ ഹൃദയം 0.48 സെക്കൻഡ് വിശ്രമിക്കുന്നു. ഹൃദയത്തിന്റെ സങ്കോചവികാസങ്ങളുടെ ഫലമായുണ്ടാക്കുന്ന തരംഗചലനം ധമനിഭിത്തിയിലുടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ് അഥവാ. പൾസിന്റെ നിരക്ക് ഹൃദയമി ടിപ്പിന്റെ നിരക്കിന് തുല്യമായിരിക്കും. സാധാരണ ഹൃദയസ്പന്ദന നിരക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതലായിരിക്കും. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ടസ്ത്രമാണ് പെരികാർഡിയം. ഇതിനിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പെരികാർഡിയൽ ദ്രവം. ഹൃദയം മിടിക്കുമ്പോൾ സ്തരങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് പെരികാർഡിയൽ ദ്രവം സഹായിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലുപ്പമാണ് ഉണ്ടാവുക. രോഗങ്ങളും ചികിത്സകളും. ഇടത്തും വലത്തും സ്ഥിതി ചെയ്യുന്ന 2 കൊറോണറി ധമനികൾ മുഖേനയാണ് ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്നത്. ഇവയിലുണ്ടാകുന്ന തടസ്സങ്ങളാണ് ഹൃദയാഘാതത്തിനും ഹൃദ്രോഗ നെഞ്ചുവേദനയ്ക്കും കാരണമാകുന്നത്. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗമാണ് വാതപ്പനി. കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പ് അറിയപ്പെടുന്നത് ട്രാക്കികാർഡിയ എന്നാണ്. ഹൃദയം ഇടതുവശത്തിനു പകരം വലതുവശത്താവുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. ഇതിന്റെ പൂർണ്ണരൂപമാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങളെ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുകയും അതിലൂടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഉപകരണമാണ്. കണ്ടുപിടിച്ചത് വില്യം ആന്തോവൻ ആണ്. സ്റ്റെന്റ് ചികിത്സ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗർഭസ്ഥ ശിശുവിൽ ആദ്യമുണ്ടാകുന്ന അവയവം ഹൃദയമാണ്. മുതിർന്ന ഒരാളുടെ ശരാശരി ഹൃദയഭാരം 250 കുറയ്ക്ക് 300 ഗ്രാം ആണ്. ഏറ്റവും വലുപ്പം കൂടിയ ഹൃദയമുള്ള ജീവി നീലത്തിമിംഗലമാണ്. ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമായ ഹോർമോൺ അദ്രിനാലിനാണ്.